കേരള ബഡ്ജറ്റിൽ കോതമംഗലം നിയോജകമണ്ഡലത്തിന് കൂടുതൽ തുക അനുവദിച്ചു എന്ന് MLA അവകാശപ്പെടുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 9 ബഡ്ജറ്റുകളിലും MLA ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റുകളിലും ഇടം തേടിയ പദ്ധതികൾ തന്നെയാണ് ഈ ബഡ്ജറ്റിലും വന്നിട്ടുള്ളത്. അതും 100 രൂപയുടെ ടോക്കൺ അഡ്വാൻസ് മാത്രമാണ് ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുള്ളത്. ഏതാനും സ്കൂളുകൾക്ക് 20% തുക അനുവദിച്ചൊഴിച്ചാൽ ബാക്കിയെല്ലാം 100 രൂപയുടെ ടോക്കൺ അഡ്വാൻസ് മാത്രമാണ്. ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ 20% മാറ്റിവെക്കാത്ത ഒരു പദ്ധതി പോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ഭരണാനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയും 100 രൂപ ടോക്കൺ അഡ്വാൻസ് നൽകിയിട്ടുള്ള പദ്ധതികളെല്ലാം വീണ്ടും ആവർത്തിച്ച് MLA ഈ നിയോജകമണ്ഡലത്തിന് അനുവദിച്ചു എന്നുള്ള നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്ലാവന പാലം, മണികണ്ഠൻചാൽ പാലം, അതോടൊപ്പം തന്നെ ഇഞ്ചത്തൊട്ടി അടക്കമുള്ള നിരവധി പാലങ്ങളും റോഡുകളുമൊക്കെ കഴിഞ്ഞ 9 ബഡ്ജറ്റിലും ഇടം തേടിയതാണ്. അപ്പോൾ MLA വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലയിലുള്ള പ്രസ്താവനയുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വന്യമൃഗ ശല്യത്തിനെതിരെ 70 കോടി രൂപയാണ് മാറ്റിവെച്ചത് ഈ ബഡ്ജറ്റിൽ. ഒരു റേഞ്ചിൽ പോലും 70 കോടി രൂപ അപര്യാപ്തമായിരിക്കെ ആ 70 കോടി രൂപ കോതമംഗലത്തിന് പ്രയോജനപ്പെടുമെന്ന് MLA പറയുന്നത് തീർച്ചയായും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ജനങ്ങളെ എല്ലാ തരത്തിലും കബളിപ്പിക്കുന്ന നിലപാടിൽ നിന്നും MLA പിറകോട്ട് പോകണം എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ആവശ്യപ്പെടാനുള്ളത്.